നിവർത്തിയില്ല. ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്ഥലമില്ല, അപ്പോഴാണ് കറക്റ്റ് ഇവിടെ വന്നത്. ഇത് എവിടെ കളയണമെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. ഈ വേസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? കലണ്ടർ കണ്ടപ്പോൾ കുറച്ചോളം തോന്നെങ്കിലും ഒരു ഹാഫ് ബാഗ് നിറച്ച് നമുക്ക് വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ട് നമുക്കൊന്ന് ഡിസ്പോസ് ചെയ്യാം. ക്ലീനിങ് കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് നടന്നു. പക്ഷെ 5 കിലോമീറ്റർ നടന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു വേസ്റ്റ് ബിന്നോ കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ തപ്പി നടന്നപ്പോൾ കറക്റ്റ് ആയിട്ടൊരു സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ വന്നു. കൊച്ചിൻ കോർപ്പറേഷന്റെ എടപ്പള്ളി ഓഫീസ്. പ്ലാസ്റ്റിക് വേസ്റ്റ്, കുറച്ച് പേപ്പർ വേസ്റ്റ്. നിങ്ങളായിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത പണി കേട്ടാ. ഹെൽത്ത് വിഭാഗം അവിടെ ഉണ്ട്. പക്ഷെ ഇത് കളയാനായിട്ട് സ്ഥലമില്ല, അപ്പോഴാണ് കറക്റ്റ് ഇവിടെ വന്നത്. അത് ഇവിടെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ കളയണമെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. സ്വച്ഛത ഹൈ സേവ 2025 ഇതും പിടിച്ച് ഞാനിവിടെ നിൽക്കുക. ഹരിത ഓഫീസിലേക്ക് സ്വാഗതം. ഹെൽത്ത് സെക്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഈ വേസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ, എല്ലാം ക്ലീനിങ് മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വേസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഇത്രയും ചെറിയ വേസ്റ്റ് ഉള്ളൂ, ഇതുപോലും പ്രോപ്പറായിട്ട് എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാഗിൽ ഇട്ടു, അല്ലാണ്ട് എൻ്റെ ബാഗ് കൊണ്ടിട്ട് പുറത്തിട്ട ഫൈൻ കിട്ടും. വേസ്റ്റ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ ഉണ്ട്. സിവിക് സെൻസ് വേണം, ആൾക്കാർക്ക് ബോധം വേണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് കൂടി വേണം. ഒരു നിവർത്തിയില്ല. ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. എൻ്റെ വീട്ടിൽ ഞാൻ കളയാൻ ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാരല്ലേ. ഇതിപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം.